മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഇ.ഡി. കൂടി കേസെടുത്താൽ മുഖ്യമന്ത്രി മാറി നിൽക്കുമോ എന്ന ചർച്ച വീണ്ടും സജീവമാവുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ മാറി നിന്ന ഒരു മാതൃക അത് പിണറായി വിജയൻ ആവർത്തിക്കുമോ എന്നതാണ് ചോദ്യം. വീണയെ ഇ.ഡി. അറസ്റ്റ് ചെയ്തേക്കാം എന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ രാജി ചർച്ചയിലേക്കും നയിക്കുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിനെ പ്രേക്ഷകർക്ക് രണ്ട് ഭാഗങ്ങളായി ഒന്ന് വിശദീകരിക്കൂ. ഒന്ന്, ഈ ഇ.ഡി. കൂടി ഇപ്പോൾ കേസെടുക്കേണ്ടി വരുന്ന സാഹചര്യം വിശദീകരിക്കുക. മറ്റൊന്ന്, ഈ മാതൃക, കോടിയേരി ബാലകൃഷ്ണൻ കാണിച്ച മാതൃക മുഖ്യമന്ത്രി കാണിക്കുമോ എന്ന ചോദ്യം. അത് സജീവമായി വരുമ്പോൾ അത് ഒരു ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം, അത് പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്കറിയാം പലപ്പോഴും പല നിയമങ്ങളുമൊക്കെ മാറി നിൽക്കുന്നത്. അത് ആവർത്തിക്കുമോ എന്ന സന്ദേഹം കൂടിയാണ് എല്ലാവർക്കും ഉള്ളത്. വീണ, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പാർട്ടി സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും എല്ലാം മാറി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രി തന്നെ അതിന്റെ വിശദീകരണവും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അതേ തരത്തിലുള്ള ഒരു ധാർമ്മികത മുഖ്യമന്ത്രിയും കാണിക്കണമെന്ന് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് കോടിയേരി ബാലകൃഷ്ണനും ബിനീഷ് കോടിയേരിയുമായിട്ടുള്ള കേസുകൾ, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിക്കെതിരായ ഉയർന്നു വന്ന കേസുകൾ അത് മറ്റൊരു തരത്തിലാണ്. പക്ഷേ ഈ കേസിൽ താൻ മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി കൈക്കൊണ്ടത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പാർട്ടിക്കും തനിക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും ഇത് എന്തിന്റെ പേരിൽ വന്ന കേസാണെന്ന് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ താൻ ഇത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇ.ഡിയും കൂടി ഇനി ഈ ഒരു കുറ്റപത്രം നിലവിൽ SFIO നിലവിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇ.ഡിയും കൂടി ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുമോ എന്ന ചോദ്യമായിരുന്നു നടത്തിയത്, മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് അത്തരത്തിൽ താൻ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കോടിയേരി ബാലകൃഷ്ണനെതിരെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരായ ബിനീഷ് കോടിയേരിക്കെതിരായ കേസ് വരുന്നത്. ഈ കേസ് വരുന്ന പശ്ചാത്തലത്തിൽ തന്നെ കോടിയേരി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ താൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു, തൽക്കാലത്തേക്ക് അവധിയെടുക്കുന്നു എന്ന തരത്തിൽ പാർട്ടി നേതൃത്വത്തിനോടും ഒപ്പം തന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും അറിയിച്ചുകൊണ്ട്, പാർട്ടി കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു ധാർമ്മികത നിലപാട് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഖ്യമന്ത്രി ആ കസേരയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട്, മുഖ്യമന്ത്രി പദത്തിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് തന്റെ മകളെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു, അണിയറയിൽ നീക്കങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി ആവർത്തിച്ച് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, തങ്ങൾക്ക് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണ് മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി വളരെ വൈകാരികമായി അന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ചോരയും രക്തവുമാണ്, അത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഉടനെ താഴേക്ക് വീഴുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്ന തരത്തിലുള്ള വൈകാരിക പ്രകടനത്തിലൂടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ തന്നെയാണ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കുന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. വീണ, ശരി വിനീഷ്, ഏതായാലും വീണയ്ക്കെതിരെ ഇ.ഡി. കൂടി കേസെടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അറസ്റ്റിലേക്കും ഒക്കെ നയിച്ചാൽ എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്ന നടപടി എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. അതിന്മേലുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും അറിയാം CPM-നുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ എന്ത് ചർച്ചകൾ നടന്നാലും അത് പുറത്തു വരുമ്പോൾ അതെല്ലാം വളരെ പോസിറ്റീവായി മാറുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്തായിരിക്കും നിലപാട് എന്നറിയില്ല. പക്ഷേ എന്തു തന്നെയായാലും അത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല.